എനിക്ക് ആവശ്യമൊന്നുമില്ല, മണന്ന് വന്നാൽ. അപ്പൊ അൽഹംദുലില്ലാ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എപ്പോഴും മനസ്സിന് നല്ല വിശാലം ഉണ്ടാകുക, എല്ലാവരോടും പൊരുത്തപ്പെട്ട് കൊടുക്കുക. നാളെ എല്ലാവരും പോയി പൊരുത്തപ്പെട്ട് കൊടുക്കുക. പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോൾ ആയുസ് വർദ്ധിപ്പിക്കും. ഒരു സമയം ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കണ്ടു. ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കണ്ടിട്ട് പറഞ്ഞു, ആ വരുന്ന മനുഷ്യൻ 3 ദിവസം കഴിഞ്ഞാൽ മരിക്കും. അസ്രായിൽ അലൈഹി സ്വലാം പറയാണ്, മൂപ്പര പണി അതാണ്, മൂപ്പര ഡ്യൂട്ടി മൂപ്പരെടുത്ത്. മൂപ്പര് പറഞ്ഞു, ആ വരുന്ന മനുഷ്യൻ 3 ദിവസം കഴിഞ്ഞാൽ മരണപ്പെടുമെന്ന് ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോ പിന്നെ സംശയമൊന്നുമില്ലല്ലോ, നമ്മളോട് ഇപ്പൊ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, ഞാൻ തന്നെ പറഞ്ഞാൽ പേടി ഞങ്ങൾക്ക്. പിന്നെ അസ്രായിൽ പടച്ചോനായ റബ്ബേ, മുത്തനൂർ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കണം, തട്ടിമുട്ടിട്ട് ഒരാൾ മരിച്ചു കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, നേരത്തെ സഖാഫി സാഹിബ് പറഞ്ഞ മാതിരി ആ മഴ പെയ്ത മാതിരി അല്ലേ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹി സ്വലാം പിന്നെ ഇയാൾ മരിച്ചോ ഇല്ല നിങ്ങൾ നോക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ കണ്ടു നോക്കുമ്പോൾ ഇയാൾ മരിച്ചിട്ടില്ല. അപ്പൊ അസ്രായിൽ വീടലടിച്ചു വിടുക, ബടായി അടിച്ചാ. അസ്രായിൽ ഇസ്ലാമിനെ പിന്നെ വേറെ എവിടുന്നോ കണ്ടപ്പോ ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞില്ലേ അയാൾ മരിച്ചു എന്ന്, പക്ഷെ ഞാൻ അയാളെ പിന്നെ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാ, നമ്മൾ രണ്ടാളും സംസാരിച്ചതിന് ശേഷം ഈ ചങ്ങായി മരിക്കാതിരിക്കാനുള്ള ഒരു മാർഗം അവൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ മാർഗം? ആ മാർഗം തെറ്റി നിൽക്കുന്ന ഒരാളോട് പോയി സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ തിരിച്ച് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സലാം അടക്കലോടുകൂടെ അൽഹംദുലില്ലാഹ് 20 കൊല്ലത്തെ ആയുസ് അല്ലാഹു തആല ഓന് നീട്ടിക്കൊടുത്തുകയാണ്. ഒറ്റ സലാമിന്. നാളെ ബേം പോയിക്കോളി, നാളെ ബേം പോയിക്കോളി, അറ്റാക്ക് ഉള്ളവരൊക്കെ ബേം പോയിക്കോളി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ആളോട് തെറ്റി നിൽക്കുന്ന അയൽവാസിയോടോ കുടുംബത്തിനോടോ ആരോടെങ്കിലും ഒക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മൂലേരെ കഴിഞ്ഞ കൊല്ലം പിരിച്ചു വിട്ടപ്പോ ആ മൂലേരെ പറഞ്ഞ ആളുകൾ ഉണ്ടാവും, ആ മൂലേരെ പോയി രണ്ടാൾ പോകണ്ട, ഒറ്റക്കൊറ്റക്ക് പോയാൽ മതി. ചിലപ്പോ 2 ആൾ ഒപ്പെത്തിയാലോ, പടച്ചനച്ച് പറഞ്ഞു നമ്മൾ രണ്ടാൾ തന്നെയല്ല അതിന്റെ ആള്. അപ്പൊ അത് അൽഹംദുലില്ലാഹ് ഒന്ന് മസ്ലഹത്തായി നല്ല ഉഷാറാവുമ്പോ അൽഹംദുലില്ലാഹ് ആയുസ് വർദ്ധിക്കും. അപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ 20 കൊല്ലത്തെ ആയുസ് കിട്ടാൻ കാരണം ഒരു തെറ്റി നിൽക്കുന്ന ആളോട് ഉണ്ടാൻ പോയിട്ടാണ്. ഇത് വലിയൊരു സംഗതിയല്ലേ. അപ്പൊ നല്ല മനസ്സോടുകൂടി അൽഹംദുലില്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ച് നമ്മൾ ജീവിക്കുമ്പം അവിടുന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എപ്പോഴും നല്ലതാണ്. ഒരാൾ ചീത്ത പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് ചീത്ത പറയരുത്. ഹറമക്ക്, ഇങ്ങോട്ട് തരാത്ത ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുക. അതൊന്നും ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മോട് പറഞ്ഞാൽ നടക്കൂല. എന്നാലും നമുക്കൊരു കുളത്ത് വേണ്ടി വരും. നമ്മൾ ഇങ്ങനെ പറയാം, ഇന്നാള് 500 ചോദിച്ചിട്ട് തരാത്ത ആളാണ്, എന്നാലും എന്നാ പിടിച്ചോ, പിന്നെ നമുക്ക് വേണ്ടി വരില്ല. അങ്ങനത്തെ ഓരോന്നാ പറയാം. ഒരു കുളത്തുണ്ടാവും, ഒരു മനുഷ്യൻ മരിച്ചാൽ ഓനെ പറ്റി നല്ലത് എങ്ങനെ പറയാ? കാര്യം എന്തായാലും മയമാക്കുണ്ടെങ്കിൽ മയ്യത്തിന്റെ അടുത്ത് നേരത്തെ മുമ്പിലെത്തും. ഈ കാര്യം എന്തായാലും എന്ന് പറയണതിന് അതാ കുളത്ത്. ഒരു കുളത്തിട്ടിട്ടാ മസലാത്ത്, കുളത്തില്ലാത്തൊരു മസലത്തില്ല. അപ്പൊ നാളെ എല്ലാവരും അൽഹംദുലില്ലാഹ് ഒന്ന് റാഹത്തായി സന്തോഷത്തോടുകൂടെ നമ്മുടെ മഹല്ലത്തിൽ അങ്ങനെ ഒരു തെറ്റി നിൽക്കുന്ന ആളുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പരസ്പരം അൽഹംദുലില്ലാഹ് നന്നായി ഉഷാറായി നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ റബീഉൽ അവ്വൽ മുതലായി. അല്ലാതെ കുറെ നമ്മളിങ്ങനെ ഇന്ന് ലേറ്റ് എത്തിച്ചുകൊണ്ട് മാത്രമൊന്നും ആയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം. താടി വടിക്കുന്ന ആളുകളൊക്കെ താടിയൊക്കെ നിർത്തുക. വലിയ താടി എന്ന് വെച്ച് ചികിത്സ തുടങ്ങണ്ട. ആ ഹറാമെന്ന് ഒഴിവാകാനുള്ള ഒരു താടി. ഇനിയിപ്പോൾ നാളെ ഞാൻ അത് പറഞ്ഞ് നിങ്ങളൊക്കെ പാടെ വലിയ താടിയൊക്കെ വെച്ച് 2 വെറ്റിലൊക്കെ തിന്ന് ഒരു 8 മോതിരൊക്കെ ഇട്ടുകാണ്ട് നാളെ മുതൽ ചികിത്സ തുടങ്ങാനല്ലേ പറഞ്ഞേ. അങ്ങനെ ഉണ്ടെങ്കിലെന്ന് ആൾക്ക് റാത്താവുള്ളൂ. ഞാനും നിങ്ങളൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. കണ്ണൊക്കെ ചിമ്പിയിട്ടാണ് പറയണം. ഒരു 18 മോതിരൊക്കെ ഇട്ട് വെറ്റിലൊക്കെ ഒന്ന് വെള്ള ലിനന്റെ ഷർട്ട് കൂടെ ഒക്കെ ഒന്ന് തുപ്പിയിട്ട് അങ്ങനെയാണ് പറഞ്ഞാൽ കറാമത്തായി. പിന്നെ ഓൻ്റെ വെയ്ത്താല ആള്. അങ്ങനെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. അല്ലാത്തൊരു വിധത്തിൽ പറഞ്ഞാലും നിന്ന് എന്താവൂല, കേൾക്കൂല. കുറെ കഥ പറയാണ്ട്, പക്ഷെ സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മര്യാദക്ക് നിസ്കരിച്ച് സ്വലാത്ത് ചൊല്ലി നടന്നാൽ മതി. എന്നാൽ തന്നെ ഔലിയായിരുന്നു, അതന്നെ റാഹത്തായിരുന്നു. അതിനൊന്നും മനുഷ്യന്മാർക്ക് ഒഴിവില്ല, സമയവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുക. കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതുണ്ട്. ദാരിദ്ര്യമുണ്ടാകുന്ന 18 കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ആളാണെങ്കിൽ അവന് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം
മരിച്ചുപോയ വാപ്പയും ഉമ്മയുമാണെങ്കിൽ അവരെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. മരിക്കാത്ത വാപ്പയും ആണെങ്കിൽ അവർ മരിക്കാൻ വേണ്ടി വരക്കണോ? അല്ല, ആഫിയത്തിന് വേണ്ടി വരക്കണം. ഒന്ന്. രണ്ടാമത്തെ കാരണം, വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പൻ്റെയും ഉമ്മൻ്റെയും പേര് വിളിക്കാൻ പാടില്ല. മുഹമ്മദ്, ഫാത്തിമ, അവരുടെ പേര് മാറ്റിയും വിളിക്കാൻ പാടില്ല. വാപ്പ ഉമ്മ എന്നാണ് അവരുടെ പേര്. അതിനപ്പുറം ഫാദർ മദർ, പലരൊക്കെ ഉണ്ട് ഫാദർ മദർ ആൻറ്റി അങ്കിൾ, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോ. പക്ഷേ വിളിക്കുമ്പോൾ അതിന് ആദരവ് നിലനിർത്താന്നല്ല വാപ്പ എന്ന് വിളിച്ചാൽ. വാപ്പ നിങ്ങളൊരു 1000 ഉറുപ്പ്യ തരണം എനിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞാൽ വാപ്പ ചിലപ്പോൾ തരൂല. അപ്പൊ നമ്മൾ ഒന്നും കൂടി പൊന്നാരൻ്റെ വാപ്പച്ചിയെ ഒരു 1000 ഉറുപ്പ്യ നിങ്ങൾ തരി. വാപ്പാക്ക് അച്ചി എന്നാണ് കൂടുമ്പോൾ ഒരു ചെറിയൊരു വിനയം തോന്നും. കൊണ്ടുപോയി കൊഞ്ഞു ചോദിക്കരുത് കേട്ടോ. പറയും ഫാദർ എന്ന് വിളിച്ചാണെങ്കിൽ പിന്നെ എന്തിനാ ഫാദറെ ഒരു 1000 കാട്ടിയാണ്. കൊടുക്കാൻ കരുതിയാൽ തന്നെ തരൂല. കൊടുക്കാൻ കരുതിയാൽ തന്നെ തരൂല. നമുക്ക് വിളിച്ചിട്ടില്ലേ, ഓൻ്റെ ഒരു ധിക്കാരം കണ്ടില്ലേ. അപ്പൊ ആ പദത്തിന് ഉമ്മ, ഉമ്മച്ചി അങ്ങനെയാണ്. ഗൾഫിലൊക്കെ എപ്പോഴും കാണാം. നമ്മളൊക്കെ കടയിൽ ജോലി ചെയ്യണ സമയത്ത് ഈ കുട്ടികളൊക്കെ കളിസാധനങ്ങളൊക്കെ വാങ്ങി വരും. അപ്പൊ ഈ വാപ്പാരിങ്ങനെ വാങ്ങി കൊടുക്കൂല. അബൂയ ആതീനി തയ്യാറ കിട്ടൂല. അപ്പൊ പിന്നെ രണ്ടാമത് ഓൽക്കൊരു ആ കുട്ടികൾ അല്ലാഹ് ഖല്ലിക് അബൂയ ആതീനി സയ്യാറ വാഹിദ്. അപ്പൊ റെഡിയായി. അള്ളാനെ വിചാരിച്ചിട്ട് ഒരു കാറ് വാങ്ങിത്തരുമോ? അപ്പൊ ആ വാപ്പന്നാണ്. അവിടെ ഫാദറെ എന്ന് വിളിച്ചാൽ ഉള്ള കാറ് മിസ്സാവും. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് വാപ്പൻ്റെയും ഉമ്മൻ്റെയും പേര് മാറ്റി. മൊബൈലിലൊക്കെ ആരെങ്കിലും ഫാദർ മദർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ആക്കി. ഇപ്പൊ തന്നെ ആക്കി പാക്കണ്ട, ഇവിടുന്ന് പോയിട്ട് ആക്കിയാൽ മതി അല്ലേ. മൈ ഫാദർ മൈ മദർ എന്നൊക്കെ ഉപ്പ ഉമ്മ എന്നാണ് എഴുതിക്കുക. എന്താ അതിനെന്താ വല്ല കമ്മിയുള്ളത്? അവരെ നല്ല ആദരവുണ്ടായിക്കോട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സ്വർഗമുള്ളത് മാതാപിതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ്. ഇത് വെറുതെ പറഞ്ഞല്ല, അത് കിട്ടണമെങ്കിൽ അത്ര കുമിയണം, അത്ര അങ്ങോട്ട് താഴ്ന്ന് നിങ്ങളെ നിൽക്കുള്ളൂ. ഞാൻ ഒരു റമദാനിൽ തൊട്ടടുത്ത് ഒരു റമദാനിൽ ഒരു നോമ്പ് പറക്കാൻ വേണ്ടി പോയി. നോമ്പ് പറക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വലിയ വീട്, 1 കോടി ഉറുപ്പ്യൻ്റെ വീട്, ഒരു 5 അങ്ങനെ നിൽക്കുകയാണ്. ജ്യേഷ്ഠനഞ്ചന്മാരുടെ വീടാണ്. അവര് അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നല്ല. ആളുകൾ 4-5 ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ. പക്ഷെ നല്ല നിഅമത്താണ്. എന്താ ഇപ്പൊ ഇവർക്ക് ഇത്ര നിഅമത്ത്? ഞാൻ അവിടെ നോമ്പ് തുറക്കാൻ പോയപ്പോ ആ വീട്ടിൽ ചെന്നപ്പോ പ്രായം ചെന്ന അവിടുത്തെ ഉപ്പയുണ്ട്. ആ ഉപ്പനോട് മക്കള് പറയാണ്, ഉപ്പ തങ്ങളിപ്പോ വന്നിട്ടുണ്ട്, അതുകൊണ്ട് 2 പത്തിരി തങ്ങളുപ്പന്റെ കൂടെ തിന്നോ. കുറേ ദിവസമായിരിക്കണം ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട്. പ്രായമുള്ള ഉപ്പയോട് പറയുന്നു, ഉപ്പ തങ്ങളുപ്പന്റെ കൂടെ 2 പത്തിരി തിന്നോ എന്ന് പറഞ്ഞപ്പോൾ ആ ഉപ്പ മെല്ലെ ഒരു പത്തിരി ഇങ്ങനെ മെല്ലെ കഴിച്ചു തുടങ്ങി. പത്തിരി ഇങ്ങനെ ഏകദേശം ഫുള്ളായപ്പോ പറഞ്ഞു, വാപ്പച്ചിയെ ഒരു കട്ട്ലേറ്റ് തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. തങ്ങൾ പാപ്പാന്റെ ഒപ്പം നിന്നിട്ട് കട്ട്ലേറ്റ് തിന്നു. അപ്പൊ അതിന്റെ ഒരു കഷ്ണവും തിന്നു. ആ പറയുന്ന ശൈലിയിലാണ് ആ കൊത്തുന്നല്. മൂന്നാമത് ഒരു വത്തക്കയുടെ കഷ്ണം കൊടുത്തിട്ട്, നല്ല മധുരമുള്ള വത്തക്കയാണ്. തങ്ങളിപ്പോ വത്തക്ക കഴിക്കുന്നുണ്ട്, ഉപ്പയും ഒരു വത്തക്ക കഴിക്കണം. ഒരു കഷ്ണം കൊടുത്തപ്പോ ഒരു തുമ്പല് വന്നപ്പോ കഫം മൊത്തം ഇങ്ങോട്ട് വന്ന് ഒന്നായിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആ മക്കൾ ടിഷ്യൂ പേപ്പറിന് ഓടിയില്ല. ടിഷ്യൂ പേപ്പറിന് അവർ ഓടിയില്ല. വാഷ് ബേസിന്റെ മുകളിലുള്ള ടർക്കിക്ക് വേണ്ടി അവർ ഓടിയില്ല. ആ സുന്ദരമായ കൈ കൊണ്ട് ആ കഫത്തിനെ മുഴുവനും അവർ തുടച്ചെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ഉറപ്പിച്ച് അല്ലാഹു തആല ഇവർക്ക് ഈ നിഅമത്ത് മുഴുവൻ കൊടുക്കാൻ കാരണം ഈ വാപ്പാനിമ്മാൻ ഇങ്ങനെ നോക്കിയോണ്ടാണ്. ഇന്ന് ടിഷ്യൂ പേപ്പറിന് കൂടെയല്ലേ, നാളുകൾ ടിഷ്യൂ പേപ്പറിന് കൂടെയാണ്. ഇന്ന് മക്കൾക്കൊന്നും ബാപ്പയോടും ഉമ്മനോടും സ്നേഹമില്ല. എന്തുകൊണ്ടാണ്? പമ്പേഴ്സ് നിലവിൽ വന്നുകൊണ്ടാണ്. പമ്പേഴ്സ് നിലവിൽ വന്നുകൊണ്ടാണ്. ഇന്ന് ഏതെങ്കിലും ഉമ്മയുടെയോ വാപ്പയുടെയോ മടിത്തട്ടിൽ കുട്ടികൾ മൂത്രയിക്കുന്നുണ്ടോ? ഇല്ല. ഇന്നൊക്കെ പമ്പേഴ്സിലാണ്. 5 കിലോ പഞ്ചസാര, 2 കിലോ റവ, സോപ്പ് 4 എണ്ണം, വെളിച്ചെണ്ണ 1, പമ്പേഴ്സ് 2 കൂട്. ബില്ലാണ് പീടിക്കുള്ള ബില്ല പറഞ്ഞ്. ഇത് നിലവിൽ വരലോടുകൂടെ മഹബത്തൊക്കെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് വാപ്പനോടും ഉമ്മനോടൊന്നും സ്നേഹമില്ല, ഒക്കെ പമ്പേഴ്സ് തന്നായി. അപ്പൊ സ്നേഹവും പമ്പേഴ്സ് തന്നായി.
അപ്പൊ നമ്മളൊക്കെ പറയാനുള്ളത് അങ്ങനെയല്ല. ബാപ്പ നമ്മളെ കളിപ്പിച്ചപ്പം, ഉമ്മ നമ്മളെ കളിപ്പിച്ചപ്പം, ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് നമ്മൾ മൂത്രമൊഴിച്ചിട്ടുണ്ട്, കാട്ടിച്ചിട്ടുണ്ട്. ആ ഉപ്പയെയും ഉമ്മയെയും നമ്മൾ മറന്നു കളയരുത്. ആ ഉപ്പക്കും ഉമ്മക്കും എത്ര താഴ്ന്ന് ഖിദ്മ ചെയ്യുന്നുവോ അവനാണ് സ്വർഗമുള്ളത്. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങോട്ട് കിട്ടണോ? ബാപ്പാക്കും ഉമ്മക്കും ഖിദ്മ ചെയ്യണോ? സുബ്ഹാനല്ലാഹ്. വീട്ടിൽ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഉമ്മക്കും ഉപ്പക്കും ആവശ്യമില്ലെങ്കിലും ഉപ്പക്കും ഉമ്മക്കും ഓരോ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. അൾമറ ഇങ്ങനെ തുറന്നാൽ അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും, അവര് അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ വീട്ടിൽ ഭാര്യയ്ക്ക് നമ്മൾ വാങ്ങുമ്പോ ഉമ്മക്കും വാങ്ങണം. അപ്പോൾ ഉമ്മ പറയും, എൻ്റെ മുട്ടിയെ എനിക്ക് വേണ്ട, എന്തിനാ അപ്പൊ കൊടുന്ന് ആ അൾമറ അങ്ങോട്ട് തുറന്നു നോക്കാം, അമ്മാന്റെ അതിലെ മൊത്തം സാധനം ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പൊ പറയാം നമ്മള്, എന്നാലും വെച്ച് എന്റെ വക നിങ്ങൾക്ക് പെരുന്നാളാകുമ്പോ ഒരു ഡ്രസ്സ് വാങ്ങിത്തരാൻ ഞാൻ പറ്റൂല. അപ്പൊ ഉമ്മാന്റെ കൽബിൽ നിന്നൊരു ദുആയുണ്ട്, പടച്ചവനെ എന്റെ മോനെ നീ കൊയക്കല്ല അല്ലാ. കിട്ടിപ്പോയി, മരുന്ന് കിട്ടിപ്പോയി, അൽഹംദുലില്ലാ, വിജയിച്ചു പോയി. വാപ്പയുടെയും ഉമ്മയുടെയും പേര് മാറ്റി വിളിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ കാരണം പറഞ്ഞു, വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പന്റെ ഉമ്മന്റെ മുമ്പിൽ നടക്കാൻ പാടില്ല. നമ്മൾ നോളേജ് സിറ്റിയിലേക്ക് ജാമിഉൽ ഫുതൂഹിലേക്ക് പോകുമ്പോൾ ഉമ്മയെ വേക്കിലിരുത്തരുത്, ഭാര്യയെ മുമ്പിലിരുത്തരുത്. ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ അവരെ മുമ്പിൽ അവരിരുത്തണം. മക്കള് വേക്കിൽ, ഭാര്യ വേക്കിലിരിക്കട്ടെ, ഭാര്യയും ഇതിൽ ബോധവാനാവണം. അപ്പൊ ചിലന്മാര് പറയും, മോനെ ഞാൻ ബാക്കിലിരുന്നോളാം, എനിക്ക് വെറ്റിലൊക്കെ തിന്ന് തുപ്പാൻ നല്ല ബാക്കിലാണ്. അതുപോലെ വെറുതെ പറയാം. ആ വെറ്റിലിന്റെ അർത്ഥം എന്താ അറിയങ്ങള്? 24 വയസ്സ് വരെ ഈ ഹമുക്കിനെ പോറ്റി വളർത്തി, ഇവര് പെണ്ണിട്ടിച്ചു കൊടുത്തപ്പോൾ ഞാൻ ബാക്കിൽ ഓൻ്റെ പെണ്ണുങ്ങൾ മുമ്പിൽ. ഇതാണ് ആ വെറ്റിലിന്റെ അർത്ഥം. നിങ്ങൾക്ക് അറിയാലോ, പല അർത്ഥങ്ങളും ഓരോരുത്തരും ഡെയിലി അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരിക്കലും അത് ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് റെഡിയാ, ഉമ്മനോട് ബാപ്പുണ്ടെങ്കിൽ ബാപ്പനെടുത്താം. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ കാര്യം നാളെ